ജനുവരി മാസത്തിൽ പുൽക്കോട് സന്ദർശിക്കുവാൻ മിഷണറിമാരായി വന്ന പൂജ രാജാക്കന്മാരുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ഈ പുതുവർഷത്തിലെ ജനുവരിയിൽ ഞങ്ങളുടെ മുറുണ്ടാവ രൂപതയിൽ മിഷണറിമാരായി ഈശോയെ തേടി വന്ന 3 യുവാക്കളുടെ തിരുപ്പട്ടം വഴി ധന്യമായിരിക്കുകയാണ് ഈ മിഷൻ രൂപത. മഡഗാസ്കർ, റുവാണ്ട, കൊളംബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും റിഡംപ്റ്റോറിസ് മാറ്റർ എന്ന മിഷണറി സഭയിൽ ചേർന്ന് മുറുണ്ടാവ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ചവരാണിവർ. ദിയേഗോ അലക്സാണ്ടർ, പാസ്കൽ, ഒളിവിയ. കൂടെ തന്നെ വെനിൻസുലയിൽ നിന്നും വന്ന് ഡീക്കമ്പട്ടം സ്വീകരിച്ച ബ്രദർ ജോസ് ഏഞ്ചൽ റോജേഴ്സുമുണ്ട്. നെയോ കാറ്റഗിമിനൽ വേ എന്ന പാതയിലൂടെ സുവിശേഷവൽക്കരണത്തിന് ആവശ്യമായ വിശ്വാസ പരിശീലനം നൽകുന്നവരാണ് റിഡംപ്റ്റോറിസ്റ്റ് മാറ്റർ അല്ലെങ്കിൽ മദർ ഓഫ് റിഡീമർ എന്ന ഈ സഭ. 24 പേരാണ് ഈ സഭയിലൂടെ ഇവിടെ സേവനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തിരുപ്പട്ടത്തിന് മുൻപ് തന്നെ തങ്ങളുടെ നാടിനോടും വീടിനോടും സ്വന്തമാണെന്ന് കരുതിയവരോടും ഈശോയെ പ്രതി ബൈ ബൈ പറഞ്ഞു പോന്നവരാണവർ. സുരക്ഷിതമായൊരു ഭാവി നോക്കിയിരുന്നുവെങ്കിൽ അവരിന്ന് വേറൊരു രാജ്യം തിരഞ്ഞെടുത്തേനെ. എങ്കിലും അവർ നാട്ടിൽ ഉപേക്ഷിച്ചു പോന്ന സ്വന്തക്കാരും ഈ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരുന്നു. അർപ്പിക്കപ്പെട്ടവർ പോലും ഈശോയാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുമ്പോഴും സാമ്പത്തിക സുരക്ഷിതത്വവും സ്റ്റാറ്റസ് സുരക്ഷിതത്വവുമാണ് പലരുടെയും മുൻഗണനകൾ. ഒരിക്കൽ പോളിയോ ബാധിച്ചു ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു ശ്രീരത്നം തീഷ്ണതയിൽ എരിഞ്ഞ് ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനത്തിന് പോകുവാൻ വിസ ലഭിക്കാനായി ഇന്റർവ്യൂവിനെത്തി. വിസ ഓഫീസർ മതിയായ ഒരു കാരണം തിരക്കി ചോദിച്ചു, എന്തുകൊണ്ടാണ് വികലാംഗയായിട്ടും കഷ്ടപ്പെട്ട് മിഷനിൽ പോകുന്നത്? വികലാംഗയായ മിഷണറി തീഷ്ണതയോടെ മറുപടി പറഞ്ഞു, 2 കാലുള്ളവർ ആരും ഈശോയ്ക്ക് വേണ്ടി പോകുന്നില്ല. ഉടനെ തന്നെ അവർക്ക് വിസ നൽകപ്പെട്ടു. നമ്മളിൽ പലരും അംഗവൈകല്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈശ്വരനായി അയക്കപ്പെടുവാൻ മടി കാണിക്കുന്നത്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, നല്ല കഴിവുകളുണ്ടെങ്കിൽ, നല്ല ബുദ്ധിയുണ്ടെങ്കിൽ, അത് തനിക്കിഷ്ടമുള്ളിടത്ത്, സൗകര്യമുള്ളിടത്ത്, അംഗീകാരവും ആദരവും ലഭിക്കുന്നിടത്ത് ജീവിച്ച് മണ്ണടിയണം എന്നാണ് വിളി ലഭിച്ചു എന്ന് പറയുന്നവർ പോലും തമ്പുരാനോട് വ്യവസ്ഥകൾ വെച്ച് പറയുന്നത്. നാം എപ്പോൾ വേണമെങ്കിലും വികലാംഗരാകാം, ആത്മീയമായോ ശാരീരികമായോ. അതൊരു നന്മ ചെയ്തിട്ടാണെങ്കിൽ നമ്മെ പ്രതി അഭിമാനിക്കുവാൻ നാം ഉപേക്ഷിച്ചു പോകുന്നവർക്ക് പോലും സാധിക്കും. മറിച്ചാണെങ്കിൽ തമ്പുരാന് പോലും നമ്മെ സുഖപ്പെടുത്താനോ രക്ഷിക്കാനോ ആകില്ല. പുതുവത്സരത്തിൽ പുതിയ ജീവനോടെ, തീഷ്ണതയോടെ ഈ യുവ മിഷണറിമാരെ പോലെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം തമ്പുരാന്റെ സ്നേഹ സാമ്രാജ്യം വിസ്തൃതമാക്കാനായി. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.